ഹലോ, ഇന്ന് കോളേജിൽ നിന്ന് വന്നപ്പോൾ അമ്മ സ്പെഷ്യലായിട്ട് ഈവനിങ്ങിൽ ഉണ്ടാക്കിയത് സാദാ ചായ അല്ല, ഇത് നല്ല ഹെൽത്തി ടീ ആണ്. മഴക്കാലൊക്കെ ആണല്ലോ. പ്ലസ് ഇൻസ്റ്റൻറ്റ് വട. അപ്പോൾ ഇതെങ്ങനെയാണ് അമ്മ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ലോക ചായ ദിനം കൂടെയാണ്, അത് കാരണം ഹെൽത്തി ടീയുടെ റെസിപ്പി നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് ചക്കക്കുരു എടുക്കുക. ചക്കക്കുരുയുടെ തൊലി കളഞ്ഞ് ഇതുപോലെ അമ്മ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമ്മൾ കുറച്ച് ചക്കക്കുരു ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ നമ്മളത് പൊടിക്കുക. അതിൻ്റെ കൂടെ അമ്മ ഇഞ്ചി ഉണക്കി പൊടിച്ചിരുന്നു, അതൊരു സ്പൂണും കുരുമുളക് പൊടി ഒരു സ്പൂണും ചേർത്തിട്ടുണ്ട്. കൂട്ട് റെഡിയായി കഴിഞ്ഞു. ചായ തിളയ്ക്കുമ്പോൾ ഒരു സ്പൂൺ ഇട്ടാൽ മാത്രം മതി. ചക്കക്കുരുയുടെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാലോ. മഴക്കാലത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ടീ ആണിത്. എന്താ പറയുക, നമുക്ക് മനസ്സ് നിറയുന്ന ഒരു ടീ ആണ്. ഒരു പ്രത്യേക സ്വാദാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എന്താ പറയുക, റോയൽ ഫീൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ പള്ളിച്ചായ എന്ന് വിളിക്കാം. ഈ വടയുടെ കളർ കറക്റ്റ് ഇതിൽ വരാനിട്ടാണ്. നല്ല ഓറഞ്ച് കളർ, നമ്മുടെ ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ആയിട്ടുണ്ട്. നോക്കിക്കേ. സൂപ്പർ ടേസ്റ്റാണ്. എന്താ സ്വാദ്. ഇത്ര നല്ല ഒരു വട ഇൻസ്റ്റൻ്റായിട്ട് നമ്മളല്ല അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കൈകളിൽ ഇതിലില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പരീക്ഷിക്കാം. ഉള്ളിൽ സോഫ്റ്റും ആണ്, എന്നാൽ പുറത്ത് ക്രിസ്പിയുമാണ്. ചായയുടെ കൂടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മയിലിൻ്റെ ശബ്ദത്തോടു കൂടി ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ റവ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുക. എന്നിട്ട് അത് കുതിരാൻ മാത്രം ഉള്ള വെള്ളം നമ്മൾ അതിലേക്ക് ചേർത്ത് വെക്കുക. അത് കുതിരട്ടെ. അതിനുശേഷം നമ്മൾ ബ്രെഡ് സ്ലൈസ് 4 എടുക്കുക. 4 ബ്രെഡ് സ്ലൈസ് എടുത്ത് മിക്സിയിൽ നമ്മളത് പൊടിക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ചേർക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഉഴുന്നുവടയിലിടുന്ന കാര്യങ്ങൾ തന്നെ, ഒരു വെല്ലുള്ളി, 1 2 ഒരു വെല്ലുള്ളി, അതേപോലെ തന്നെ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹോൾമാർക്ക് ഹോൾമാർക്കിലൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ ഈ റെസിപ്പി ഉറപ്പായിട്ട് ഇഷ്ടമാവും. So see you all in the next video. Have a nice day.